പൗരത്വ ഭേദഗതി നിയമത്തിൽ നിലപാട് കടുപ്പിച്ച് സംസ്ഥാന സർക്കാർ കേന്ദ്ര നീക്കത്തിനെതിരെ അടിയന്തരമായി സുപ്രീം കോടതിയെ സമീപിക്കാൻ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. പഴയ ഹർജിയിൽ മെൻഷൻ ചെയ്യണമോ പുതിയ ഹർജി നൽകണമോ എന്നത് തീരുമാനിക്കാൻ അഡ്വക്കേറ്റ് ജനറലിനെ ചുമതലപ്പെടുത്തി. നിയമത്തിനെതിരെ കോൺഗ്രസ് രാജ്ഭവന് മുന്നിൽ പ്രതിഷേധ ധർണ്ണ നടത്തി. തിരുവനന്തപുരത്ത് നിന്ന് ഷഫീദ് റാവുത്തർ ഇപ്പോൾ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഷഫീദ്, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഉന്മേഷ, ഈ പൗരത്വ നിയമം പാസാക്കിയതിന് പിന്നാലെ ആദ്യ പിണറായി സർക്കാരാണ് സുപ്രീം കോടതിയെ സമീപിച്ചത്. അന്ന് സുപ്രീം കോടതിയിൽ പ്രധാനമായുമുള്ള ഹർജിയിൽ ചൂണ്ടിക്കാണിച്ചത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ തർക്കത്തിൽ ഇടപെടാൻ സുപ്രീം കോടതിക്ക് അനുമതി നൽകുന്ന ഭരണഘടനാ അനുച്ഛേദം 131 പ്രകാരമായിരുന്നു ഹർജി ഫയൽ ചെയ്തത്. കൂടാതെ അതിൽ ഏറ്റവും സുപ്രധാനമായ മറ്റൊരു കാര്യം, ഈ സാധാരണ ആളുകളുടെ ഭരണഘടനാപരമായിട്ടുള്ള അവകാശങ്ങളടക്കം ഹരിക്കുന്ന ഈ നിയമം അതിനെ എതിർത്തുകൊണ്ടായിരുന്നു സംസ്ഥാന സർക്കാർ നിലപാടെടുത്തത്. ഇപ്പോൾ വിജ്ഞാപനം പുറത്തിറക്കിയതിന് പിന്നാലെ ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗമാണ് ഈ വിഷയത്തിൽ നിലപാട് കടുപ്പിക്കാൻ തീരുമാനിച്ചത്. മന്ത്രിസഭാ യോഗം ഇന്ന് തീരുമാനിച്ചതനുസരിച്ച് സുപ്രീം കോടതിയെ പരമാവധി വേഗത്തിൽ സമീപിക്കുക എന്നുള്ളത് തന്നെയാണ്. നേരത്തെ നൽകിയ ഹർജിയിൽ മെൻഷൻ ചെയ്യണോ അതോ പുതിയ ഹർജി നൽകണമോ എന്നത് ആലോചിച്ച് തീരുമാനമെടുക്കാൻ അഡ്വക്കേറ്റ് ജനറലിനെ മന്ത്രിസഭാ യോഗം ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഏതായാലും ഈ വിഷയത്തിൽ ഒരു തരത്തിലുള്ള പിന്നോട്ട് പോക്കും വേണ്ട എന്നുള്ളതാണ് സംസ്ഥാന സർക്കാരിന്റെ നിലപാട്. ആ നിലപാടിനനുസരിച്ച് അഡ്വക്കേറ്റ് ജനറൽ നാളെ തന്നെ സുപ്രീം കോടതിയിൽ സംസ്ഥാന സർക്കാരിന്റെ തീരുമാനം അത് അറിയിക്കും. മാത്രമല്ല, സംസ്ഥാന സർക്കാർ ആ രീതിയിലുള്ള നിയമ പോരാട്ടം തുടരുകയാണ്. സംസ്ഥാനത്ത് ഒരു കാരണവശാലും പൗരത്വ ഭേദഗതി നിയമം നടത്താൻ അനുവദിക്കില്ല എന്ന് മന്ത്രി പി രാജീവ് അടക്കമുള്ള ആളുകൾ പറഞ്ഞു. മാത്രമല്ല, ഭരണഘടനാ ലംഘനമാണ് അത് നടപ്പായാൽ സംഭവിക്കാൻ പോകുന്നത്. അടക്കമുള്ള കാര്യങ്ങൾക്ക് സർക്കാരിന് എതിരഭിപ്രായമാണെന്നും ഇന്ന് മന്ത്രി പി രാജീവ് വ്യക്തമാക്കുന്ന സാഹചര്യമുണ്ടായി. സംസ്ഥാന വ്യാപകമായി ഇന്നും പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ വലിയ തരത്തിലുള്ള പ്രതിഷേധം നടക്കുകയും ചെയ്തു. ഉന്മേഷ്, ഷഫീദ് റാവുത്തറാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.